എപ്പോഴും നമ്മൾ സമാധാനമായിട്ടിരിക്കുക, മറ്റുള്ളവർ സമാധാനമായിട്ടിരിക്കട്ടെ, നമ്മൾ ഒന്നിനെ പറ്റി ദുഃഖിക്കാതിരിക്കുക. വാസേട്ടൻ തന്നെ ഒരു ഡയലോഗുണ്ട്, ആകാശത്തോട്ട് നോക്കിയിട്ട് ദുഃഖിക്കാതെ താഴോട്ട് നോക്കി സമാധാനിക്കാൻ പറ ഓനോടുന്ന്. അത് ഞാൻ സത്യത്തിൽ ഞാനത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ഈ മമ്മൂട്ടിയുടെ കാര്യം എങ്ങനെ അവതരിപ്പിച്ചത്? അതും സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല അന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ, മമ്മൂട്ടി കൊള്ളാം. മമ്മൂട്ടി എന്നുള്ള പേരിട്ട് വാസുകേട്ടനാണ്. അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ ഡയറക്ടർ വിശ്വംഭരൻ ഏതോ ഇതിൽ മാറ്റിയിരുന്നു. നമസ്കാരം, ഞാൻ ജയരാജ്, സിനിമാ സംവിധായകൻ. എൻ്റെ ജീവിതത്തിലെ വളരെ അപൂർവമായൊരു നിമിഷമാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഗുരുനാഥൻ ഭരതേട്ടനെ സ്നേഹിക്കുന്ന പോലെ, ബഹുമാനിക്കുന്ന പോലെ തന്നെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. മലയാളത്തിൻ്റെ മികച്ച നിർമ്മാതാവ് VBK മേനോൻ ഒട്ടനവധി സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എന്നും ഓർത്തിരിക്കാൻ ഒരുപാട് നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ നമുക്ക് പകർന്ന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഈ ഒരു നിമിഷം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ വെള്ളിത്തിര എനിക്കൊരുക്കി തന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് സിനിമ ചെയ്യാൻ മാത്രമല്ല, എനിക്കിതൊരു പാഷനാണ്. കാരണം ഗുരുതുല്യന്മാരുമായിട്ട് സംസാരിക്കുക, അനുഭവങ്ങൾ ജീവിതത്തിൽ, സിനിമ മാത്രമല്ല, സിനിമയും ജീവിതം കൂടെ ചേർന്നിട്ടാണ് നമ്മളെല്ലാം നോക്കിക്കാണുന്നത്. ജീവിതത്തിലൂടെ സിനിമ, സിനിമയിലൂടെ ജീവിതം. ഇത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ എനിക്കും കൂടുതൽ അറിവുകൾ കിട്ടുകയാണ്. പഴയ കാലത്തിലേക്ക് വീണ്ടും ഒന്നുകൂടെ എത്തി നോക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഓർമ്മകൾ പാഠങ്ങളായി വരും. നന്ദി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ചേട്ടാ, VBK മേനോൻ, ഈ VBK എന്ന് പറയുന്നത് വെരി ബെസ്റ്റ് കിഡാണോ വെരി ബാഡ് കിഡാണോ? അത് എന്നോട് ചോദിച്ചാൽ രണ്ടും അല്ല എന്ന് പറയാം. രണ്ടുമല്ല. ഞാൻ ബെസ്റ്റും അല്ല, ആ സമയം ബാഡും അല്ല. ആരെങ്കിലും VBK ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ടോ? അത് പലരും പല വിധത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാറുണ്ട്, പക്ഷേ ഞാനത് ഇവിടെ പറയുന്നില്ല. കാരണം ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലേ VBK. ആ ഒരു എൻ്റെ മനസ്സിൽ ഓർമ്മ, ഭരതേട്ടൻ്റെ വീട്ടിൽ, ഭരതേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ഗേറ്റ് തുറന്നിട്ട് ഒരാൾ ചെറുപ്പക്കാരൻ കിടന്നു വരികയാണ്. ജീൻസും ടീഷർട്ടും, ഭയങ്കര വൈബ്രൻ്റ് ആണ് ആ വരവ്, എനർജി. അതുപോലെ തന്നെ കയ്യിൽ 555 സിഗരറ്റ്, മുടി ഇങ്ങനെ ഒരു ഹിന്ദി സ്റ്റൈൽ, ഒരു മൊത്തത്തിലൊരു ഹിന്ദി ഒരു ആക്ടറുടെ രീതിയിലാണ് ചേട്ടൻ വരുന്നത്. അപ്പം എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് ഭരതേട്ടൻ പറഞ്ഞത്, അത് വിൽക്കാൻ്റെ സ്വപ്നങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത VBK മേനോനാണ്. അങ്ങനെയാണ് എനിക്ക് പക്ഷെ ആ പിക്ചർ എനിക്ക് ഇപ്പോഴും അതേപോലെ തന്നെ. ചേട്ടനിപ്പം 80ാമത്തെ വയസ്സിലിരിക്കുമ്പോഴും ചേട്ടൻ്റെ ആ ചടുലതയും അല്ലെങ്കിൽ ആ സ്മാർട്ട്നെസ്സും ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. താങ്ക് യു. ഏതായാലും ഈ ഒരു എന്താണ് ജീവിതം, ശരിക്കും പറഞ്ഞാൽ 30 വർഷം അല്ലേ, 30 വർഷത്തിൻ്റെ ഒരു സ്പാൻ, വലിയ സ്പാനാണ്. പക്ഷേ ചെയ്യാവുന്ന എല്ലാ എക്സ്പെരിമെൻറ്റും ചെയ്തിട്ടുണ്ട്. MTയുടെ ഏറ്റവും കൂടുതൽ തിരക്കഥകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഭരതേട്ടൻ്റെ ഒരു സിനിമ, പക്ഷേ IV ശശിയുടെ 5ഓളം സിനിമകൾ, ഭരതേട്ടൻ്റെ 2 പടമുണ്ട്. യെസ്. പിന്നെ ആക്ടേഴ്സിൻ്റെ കാര്യത്തിലാണ് മമ്മൂട്ടിയുടെ ആദ്യ സിനിമ എന്ന് പറയാം. അതെ, വിൽക്കാൻ്റെ സ്വപ്നങ്ങൾ മമ്മൂട്ടി ഡയലോഗ് പറഞ്ഞിട്ടുള്ള ആദ്യ സിനിമ എന്ന് പറയാം അല്ലേ. അതുപോലെ മോഹൻലാലിൻ്റെ 8ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ ശിവാജി ഗണേശൻ്റെ 2 സിനിമ, നെപ്പോളിയൻ തമിഴിൽ നിന്ന് ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, സലീം ഗൗസിനെ കൊണ്ടുവന്നു. അങ്ങനെ ഒട്ടനവധി, ദേവയാനി പരീക്ഷണങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ അഭിമന്യുവിലെ ക്യാമറാമാൻ ജീവ ആദ്യമായിട്ട് ഒരുപാട് ടെക്നീഷ്യൻസും. അതെ. അപ്പം ഇപ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ പൊതുവേ സംതൃപ്തനാണ്. എനിക്ക് യാതൊരു നഷ്ടബോധമോ അതല്ലെങ്കിൽ അങ്ങനെ ആകാമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആകാമായിരുന്നു എന്നൊന്നും ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വരുന്ന വഴി പോകുന്ന ഒരാളാണ്, എനിക്കതിനോടാണ് താല്പര്യം. ഒന്നിനെ പറ്റി ഞാൻ ദുഃഖിക്കാറില്ല, എന്നാൽ ഒന്നിനെ പറ്റി കൂടുതലായിട്ട് സന്തോഷിക്കാറുമില്ല. അതതിൻ്റെ വഴിക്ക് പോട്ടെ, അതാണ് വിധി എന്ന് വിചാരിക്കുന്ന ഒരാളാണ്.
അതാണ് എപ്പോഴും ചേട്ടൻ ഒരു കൂൾ ഫീൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട്. ഞാനത് എപ്പോഴും ചിന്തിക്കുന്നതും ആ വഴി കൂടെ തന്നെയാണ്. എപ്പോഴും നമ്മൾ സമാധാനമായിട്ടിരിക്കുക, മറ്റുള്ളവർ സമാധാനമായിട്ടിരിക്കട്ടെ, നമ്മൾ ഒന്നിനെ പറ്റി ദുഃഖിക്കാതിരിക്കുക. അതായത് വാസേട്ടൻ തന്നെ ഒരു ഡയലോഗുണ്ട്, ആകാശത്തോട്ട് നോക്കിയിട്ട് ദുഃഖിക്കാതെ താഴോട്ട് നോക്കി സമാധാനിക്കാൻ പറ ഓനോടുന്ന് ബഹദൂർക്ക് ശ്രീനിവാസനോട് പറയുന്നതായിട്ടുള്ള ഒരു ഡയലോഗുണ്ട്. അത് ഞാൻ സത്യത്തിൽ ഞാനത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ശരിക്കും സാഹിത്യമാണോ സിനിമയാണോ കൂടുതൽ ഇഷ്ടം? ഞാൻ സാഹിത്യത്തെ പറ്റി എനിക്ക് യാതൊരു പിടിപാടുമില്ല. സാഹിത്യത്തിന് വായിച്ചിരുന്നു എന്നതിൽ കവിഞ്ഞ് എനിക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല. പിന്നെ എന്തുകൊണ്ടാണ് MT ആയിട്ടുള്ള അസോസിയേഷൻ ഉണ്ടാകുന്നത്? എങ്ങനെയാണത്? അതായത് MT ആയിട്ടുണ്ടാകുന്ന അസോസിയേഷൻ ഞാൻ ബോംബെ ഷൺമുഖാന്റെ ഹാളിൽ വെച്ചതാണ്. അന്ന് ഞാൻ ബോംബെയിലായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ബോംബെ പോയിട്ട് വക്കീല് പടി. അതെ അതെ, അതൊരു അഡ്വക്കേറ്റ് ആവണമെന്ന് അത് ആ ഒരു ഇതിലായിരുന്നു. കാരണം ഞാൻ SSC പാസ്സായതും ബോംബെയിലാണ്, BCom പാസ്സായതും NM കോളേജ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് മോഞ്ചി കോളേജ്, വൺ ഓഫ് ദി ബെസ്റ്റ്. മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റുകളും ജൂവിൻ്റെ അടുത്ത് പഠിച്ചു വന്നിട്ടുള്ള ആ കോളേജിൽ നിന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ LLBക്ക് KC കോളേജിൽ ചേർന്നു ഒരു 2.5 വർഷം. പക്ഷെ അവിടെ ഒരു അഫിഡവിറ്റ് ഒപ്പിട്ട് കൊടുക്കണം. ചേട്ടൻ പറയാം. അതായത് അപ്പം 2.5 വർഷമായപ്പോൾ എനിക്ക് കോളേജിലേക്ക് ഒരു അഫിഡവിറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബോംബെ ഹൈക്കോർട്ടിൽ പോയി കഴിഞ്ഞാൽ അന്ന് 5 രൂപയാണ് അതിൻ്റെ ചാർജ്. അപ്പോൾ ചെന്നപ്പോൾ ഞാൻ കയറി ഗേറ്റ് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ബലിയിട്ട അടുത്ത് കാക്കകൾ വരുന്ന പോലെ ബലിക്കാക്കകൾ കൂടുന്നതിലും ഉപരിയായിട്ട് വവ്വാലുകൾ കൂടുന്ന പോലെ കറുത്ത കോട്ടിട്ട് ഒരു ചുരുങ്ങിയത് ഒരു 10-30 പേരെങ്കിലും എൻ്റെ ചുറ്റിലും വന്നു. അവർ പറഞ്ഞു, ഇതൊക്കെ കരയുക, ഐ വിൽ ഡു ഇറ്റ്, ഗിവ് മീ എന്ന് പറഞ്ഞിട്ട് തെണ്ടുന്നതിന് തുല്യമായിട്ട് കൈ നീട്ടുന്നു. 5 രൂപയാണ്. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് സ്വല്പം ഒന്ന് ആലോചിച്ചു. ഞാൻ BCom കഴിഞ്ഞ് LLB കഴിഞ്ഞ് കുപ്പായിട്ടാൽ എൻ്റെ അവസ്ഥ ഇത് തന്നെയല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, ജസ്റ്റ് 1 മിനിറ്റ്. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു, ഇനി ഈ പണി വേണ്ട. അതിനുശേഷം ഞാൻ കോളേജിലേക്ക് കണ്ടിട്ടില്ല. KC കോളേജ് പിന്നെ മുമ്പിൽ കൂടെ പോലും പോയിട്ടില്ല. ആക്ടിങ്ങിനോട് വലിയ ഇഷ്ടമായിരുന്നല്ലോ അന്ന്. നാടകമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നാടകം സംഘടിപ്പിക്കുമായിരുന്നു സമാജത്തിന് വേണ്ടി. അങ്ങനെയാണ് വാസുവിനെ അവിടെ കൊണ്ടുവരുന്നത്. ഞാൻ സമാജത്തിന് വേണ്ടിയിട്ട് ഫണ്ട് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ നാടകം ഉണ്ടാക്കും. അപ്പം മിക്കവാറും നല്ല നാടകങ്ങൾ. അത് ഒരു നാടകം ഇതുപോലെ തന്നെ ഷൺമുഖാന്റെ ഹാളിൽ ബോംബെ കളിക്കുന്നു. അവിടെ വെച്ചാണ് ഞാൻ വാസുവേട്ടനെ പരിചയപ്പെടുന്നത്. എന്തുകൊണ്ടോ വാസുവേട്ടന് എന്നെ ഒരുപാട് ഇഷ്ടമായി, എനിക്ക് അതിലപ്പുറം ഇഷ്ടമായി. പിന്നെ ആ ബന്ധം വളർന്നു വന്നു. അതാണ് ആദ്യമായിട്ട് വാസുവേട്ടനായിട്ട് ഞാനുണ്ടാകും. ഈ ബന്ധനം എന്നുള്ള ആദ്യ സിനിമ ചെയ്യുമ്പോൾ വാസുവേട്ടനോട് അങ്ങോട്ട് ഓഫർ ചെയ്യായിരുന്നു വാസുവേട്ടൻ സംവിധാനം ചെയ്യണമെന്ന്? ഞാൻ വാസുവേട്ടനോട് ഓഫർ ചെയ്യുക മാത്രമല്ല, ഞാൻ റിക്വസ്റ്റ് ചെയ്യുക ചെയ്തത്, ഞാൻ വാസുവേട്ടൻ എനിക്കൊരു പടം ചെയ്യണം. അപ്പോൾ ആ സമയത്ത് തന്നെ അത് കഴിഞ്ഞിട്ടും പലരും പറഞ്ഞു ഇയാൾക്ക് വട്ടാണ്. കാരണം വാസുവേട്ടനെ പോലെയുള്ള ഒരാളെ വെച്ചിട്ട് ഒരു ആർട്ടിസ്റ്റിക് ഫിലിം എടുക്കാൻ വരുന്ന. അന്ന് വാസുവേട്ടൻ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, നിർമ്മാല്യം ചെയ്തിട്ടുണ്ട്. അതെ, ആദ്യത്തെ പടം നിർമ്മാല്യമാണ്. അപ്പം അത് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ വാസുവേട്ടനോട് റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് വാസുവേട്ടനോട് പടം ചെയ്തു തരണം, താല്പര്യമുണ്ട്. അപ്പോൾ വാസുവേട്ടൻ നോക്കാം. അപ്പോൾ ഞാൻ ദുബായിലാണ്. ഞാൻ ദുബായിൽ നിന്ന് ആളുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യും. അങ്ങനെ ഫോൺ ചെയ്ത് സിത്താര അവിടെയാണ്. ആ ഫോൺ ചെയ്ത് ശരി വരാമെന്ന്. അങ്ങനെ പുള്ളി ദുബായിൽ വന്നു. ഒരു 8 ദിവസത്തോളം ദുബായ് താമസിച്ചു. ഒന്നുമില്ല, എഴുതിയിട്ടില്ല. ഞങ്ങൾ കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടേ ഇല്ല ആ കൂട്ടത്തിൽ. കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെന്ത് പറയാനാ. അങ്ങനെ 8 ദിവസം. അപ്പോഴാണ് ഇന്നത്തെ ദുബൈയല്ലെന്ന് ഓർക്കണത്. 1976 കഷ്ടപ്പാടുകളുടെ ദുബൈ. കഷ്ടപ്പാടുകളുടെ മാത്രമല്ല, അങ്ങനെ ഒരു ഡെവലപ്മെൻ്റ് ഇല്ലല്ലോ.
എവിടെ നോക്കിയാലും മണൽ കാണാം, വില്ലകൾ കാണാം, ശരിക്കും ചെറിയ വിൽക്കാനുള്ള ഹോട്ടലുകൾ. സ്വപ്നങ്ങൾ തന്നെ, ശരിക്കും വിൽക്കാനുള്ള സ്വപ്നങ്ങൾ പോലെ തന്നെ. എക്സാക്ട്ലി. അപ്പം വാസൻ പറഞ്ഞു ശരി ചെയ്യാം. അങ്ങനെയാണ് പുള്ളി തിരിച്ചു വന്നു. അത് കഥയുടെ സൂചന ഒന്നുമില്ല, അവിടുന്ന് പോയി ഒന്നും പറഞ്ഞിട്ടില്ല, ഒരക്ഷരവും പറഞ്ഞിട്ടില്ല, നോക്കാം. അങ്ങനെ 2 മാസം കഴിഞ്ഞ് ഞാൻ വരികയാണ്. അപ്പോൾ വിളിച്ചു പറഞ്ഞു, വാസേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, കോഴിക്കോട് വരുമെന്നു. അങ്ങനെ ഞാൻ കോഴിക്കോട് വന്നു. അദ്ദേഹം കൽപ്പക ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ എനിക്ക് റൂം എടുത്തിരുന്നു. ചെന്നു കുറേ നേരം സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോകാൻ നേരത്ത് ഒരു ബുക്ക് എടുത്തു തന്നു. ബുക്കാണ്? ബുക്ക് മാതിരി സ്ക്രിപ്റ്റ്. അതൊന്ന് വായിച്ചു നോക്കൂ, നമുക്കിത് ചെയ്യാൻ തോന്നുന്നു. അത്രേ ഉള്ളൂ, അത്ര ചെയ്യാൻ തോന്നുന്നു. അത്രയാണ്, മാത്രമാണ്. ഞാൻ കൊണ്ടുപോയി പകുതിയോളം മറ്റോ വായിച്ചെന്നോ എനിക്ക് തോന്നുന്നു. അപ്പോഴേക്കും തിരക്കായി. തിരക്കെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, കാര്യമായിട്ടുള്ള ഇതൊന്നല്ല, എന്തോ അത് മതി എന്ന് തോന്നി. അങ്ങനെ തീരുമാനമെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാം വാസുവേട്ടനാണ് നോക്കിയിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫൈനാൻസ് പോലും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. ഈ ഷൂട്ടിംഗ് നടന്ന് മുഴുവൻ കൂടല്ലൂരാണ്. കൂടല്ലൂർ എന്ന് പറയുന്നത് അത് വാസുവേട്ടൻ്റെ വീട്, വാസുവേട്ടൻ്റെ തറവാട് കൂടല്ലൂർ. അതായത് എടപ്പാളിൽ നിന്ന് കൂടല്ലൂർ പോകുന്ന ആ കൂടല്ലൂരും പരിസരത്തും മാത്രമാണ് ഷൂട്ട് ചെയ്തത്. അത് നല്ല ചൂട് കാലം. എനിക്കറിയാം, ഇരുട്ടിൻ്റെ ആത്മാവിൻ്റെ അവിടെ വേലായുധൻ്റെ വീട്ടിലാണ് മരിച്ചുപോയ ശോഭ താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ അസുരവിത്ത്, ഇവരൊക്കെ ഓരോ കഥാപാത്രങ്ങളുടെ വീടുകൾ, ഓരോ കഥാപാത്രങ്ങളുടെ വീടുകളിലാണ് നിങ്ങളുടെ താമസവും ഷൂട്ടിങ്ങും ഒക്കെ ആയിട്ട്. ഞങ്ങളൊക്കെ ഒന്നും മണല്ല. ഞാൻ, രാമേന്ദ്ര ബാബു, ആസാദ് എന്ന് പറയുന്നത് ആസാദ്, പിന്നീട് വിൽക്കാണ്ട് സ്വപ്നങ്ങൾ സംവിധാനം ചെയ്ത അതേ ആസാദ് തന്നെ, അന്നത്തെ അസോസിയേറ്റ് ഡയറക്ടർ. അപ്പം വാസുവേട്ടൻ്റെ ചേട്ടനുണ്ട് ഒരു ബാലകൃഷ്ണൻ, മറ്റേ ബ്രൂക്ക് ബോണ്ടിൽ ജോലിയുള്ള ബ്രൂക്ക് ബോണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. വീടിൻ്റെ അകത്ത് പെർമിഷൻ ഉണ്ട്, അകത്ത് അത്രയും സൗകര്യമുള്ളൂ. അകത്ത് സുകുമാരൻ കിടക്കും, പുറത്ത് മണൽ. സുകുമാരനെ കാസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ മമ്മൂട്ടിയെ കാസ്റ്റ് ചെയ്യാനൊക്കെ അന്ന് എങ്ങനെയായിരുന്നു അതിൻ്റെ തീരുമാനം? അതായത് വാസുവേട്ടൻ്റെ തീരുമാനമാണ്. ചേട്ടൻ കണ്ടിട്ടില്ല അവരെ? ഇല്ല, വാസുവേട്ടൻ്റെ തീരുമാനം. സുകുമാരൻ വളരെ തിരക്കുള്ള നടനായിട്ടുണ്ടോ? ഇല്ല, ഒന്നും ആയിട്ടില്ല. സുകുമാരൻ ആരും ആയിട്ടില്ല. നിർമാല്യം മാത്രമേ ഉള്ളൂ. നിർമാല്യത്തിൽ ആ ചെറിയ സീൻ മാത്രമേ ഉള്ളൂ. ചെറുപ്പക്കാരനായിട്ടുള്ള നാട് വിട്ടു പോകുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള സുകുമാരനേ ഉള്ളൂ. അല്ല, സുകുമാരൻ അഭിനയിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണ് ബന്ധനം സെലക്ട് ചെയ്തു. മമ്മൂട്ടിയുടെ കാര്യം എങ്ങനെ അവതരിപ്പിച്ചത്? മമ്മൂട്ടിയുടെ കാര്യം അത് വിൽക്കാനൊരു സ്വപ്നം കണ്ട്, അതും സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല അന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ, മമ്മൂട്ടി കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ മമ്മൂട്ടി എന്നുള്ള പേരിട്ട് വാസുവേട്ടനാണ്. വാസുവേട്ടനാണ് ആ പേര് മാറ്റണ്ടായിരുന്നു. അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ ഡയറക്ടർ വിശ്വംഭരൻ ഏതോ ഇതിൽ മാറ്റിയിരുന്നു. അതാണ് അങ്ങനെയാണ് മമ്മൂട്ടി അതിനകത്ത് വന്നു പെടുന്നത്. മമ്മൂട്ടി വരുന്നത് വിൽക്കാണ്ട് സ്വപ്നങ്ങൾ. വിൽക്കാറുണ്ട്. നമ്മുടെ ബന്ധനത്തിൽ ഈ പറഞ്ഞ കൂടല്ലൂർ ഗ്രാമത്തിൽ ഈ പറഞ്ഞ വാസുവേട്ടൻ്റെ കഥാപാത്രങ്ങളൊക്കെ ജീവിച്ചിരുന്ന വീടുകളിലൊക്കെ താമസിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യും. അവിടെയാണ് പുഴയൊക്കെ നിറഞ്ഞ് മണലൊക്കെ ഉള്ള. അതെ, ഞാൻ പറഞ്ഞില്ലേ, സത്യത്തിൽ നല്ല മണലായിരുന്നു മുറ്റത്ത്. മണപ്പുറത്ത് ഉറങ്ങാമാണെങ്കിൽ അതെ, അവിടെയാണ്, വേറെ സ്ഥലമില്ല. അവിടെയാണ് ഞാനും ഈ ആസാദും രാമേന്ദ്ര ബാബു കിടന്നിരുന്നു. എത്ര ദിവസം കൊണ്ട് തീർന്നു ഷൂട്ടിങ്? അത് എനിക്ക് തോന്നുന്നൊരു, അവിടെ ഞങ്ങളൊരു 12 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചിയിൽ വന്നു, ഉടുപ്പി ഹോട്ടലിൽ. ഇപ്പോഴും ഉണ്ടത്, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ. ഇപ്പോഴും അതിൻ്റെ ഉടുപ്പി ഹോട്ടലിൽ തന്നെ പറയുന്നു. അവിടെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ സ്വല്പം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതെൻ്റെ ഫ്രണ്ടാണ് അവിടുത്തെ മാനേജറായിരുന്നു. അങ്ങനെ അവിടെ ഷൂട്ട് ചെയ്തു. അന്ന് സുകുമാരനെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വലിയ സ്റ്റാറായി മാറുമെന്ന് തോന്നിയിരുന്നൊക്കെ സുകുമാരനെ കാണുമ്പോൾ?
എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടും തോന്നിയില്ല. പക്ഷെ നല്ല ആർട്ടിസ്റ്റാണെന്ന് തോന്നി. അത് അതിൻ്റെ അഭിനയത്തിൻ്റെ രീതി ഒരു അതെ, ഒരു പ്രത്യേകതയുണ്ട്. ഉണ്ടായിരുന്നു. ഒരു വ്യത്യസ്തമായ ഒരു അവതരണ രീതിയും സംഭാഷണ ശൈലിയൊക്കെ ആണ് സുകുമാരൻ. അതിൽ അവസാന രംഗത്താണ് ആ ഒരു ജനിച്ചുപോയി എന്ന കുറ്റം കൊണ്ട്. അതെ അതെ അതെ, അതാണ് അവസാനം. വാസുവിന്റെ പ്രശസ്തമായ ഡയലോഗാണ് അത്. അതെ. എത്ര അവാർഡുകൾ കിട്ടിയെന്ന്? അതിന് 5 അവാർഡ് കിട്ടി. അതിന് എനിക്ക് അവാർഡുണ്ട്, സ്റ്റേറ്റ് അവാർഡ്, വാസുദേവൻ അവാർഡുണ്ട്, സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡുണ്ട്. ജയേട്ടൻ രാഗം ശ്രീരാഗം ഇതിലുണ്ട്. ഈ നമ്മുടെ ഈ സിനിമ ബന്ധനം ശരിക്കും ചേട്ടൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സീരിയസ് ഫിലിം അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ ഫിലിം എന്നുള്ള രീതിയിൽ തന്നെയാണ് അപ്രോച്ച് ചെയ്തത്. എത്ര കോസ്റ്റ് പ്രതീക്ഷിച്ചു? എത്ര കോസ്റ്റ് ആയിട്ടുണ്ടാവും? ഞാൻ അതൊരു നല്ല പടമായിരിക്കണം എന്നുള്ളത് കവിഞ്ഞ് ഫൈനാൻസിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ അതിന് അങ്ങനെ ഈ പറയപ്പെടുന്ന കോസ്റ്റൊന്നും ആയിട്ടുമില്ല. എന്നാലും ആ കാലത്ത് എത്ര? അതായത് കൂടി വന്നാൽ ഒരു 1.5 ലക്ഷം ഇത്രേ ഉള്ളൂ. വാസുവേട്ടനാണ് അതിനെ കംപ്ലീറ്റ് അതിൻ്റെ ഫൈനാൻസ് പോയി നോക്കിയത്. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ വിൽക്കാറിൻ്റെ സ്വപ്നങ്ങളുടെ സമയത്ത് പോലും വാസുവേട്ടൻ എല്ലാ കാര്യവും ഫൈനാൻസിൻ്റെ കാര്യമാണ്. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടുണ്ട്, ഞാൻ പറഞ്ഞ FCIയിലെ മാനേജറായിരുന്നു ജോർജ്. പുള്ളിയായിട്ട് നല്ല ബന്ധമായി. പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ബാലിൻ്റെ കുറച്ച് കാശ് എൻ്റെ കയ്യിലുണ്ട്, അത് കൊടുത്താൽ കോടമ്പക്കത്തേക്ക് പോകും, അതുകൊണ്ട് കൊടുക്കണ്ട. അപ്പോൾ അതുകൊണ്ട് അതെന്തെങ്കിലും ജോർജ് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് സ്ഥലം എന്തെങ്കിലും വാങ്ങുന്നു. ഞാനൊന്നും ഇത് അറിയുന്നില്ല. പിന്നെ ജോർജാണ് ഒരിക്കൽ ഫോണിൽ കൂടെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു 9 സെൻറ്റ് സ്ഥലം നോക്കിയിട്ടുണ്ട്, വാസുദേവ സാറ് അതിന് കാശും തന്നിട്ടുണ്ട്. ഓ, വാസുവേട്ടൻ്റെ ഒരു കൺസേൺ ആണ്, അതൊരു ഉത്തരവാദിത്തത്തിൻ്റെ ഒരു വലിയൊരു കാര്യമാണ്. പോരായ്മയുണ്ടായിരുന്നു. പിന്നീട് ഞാനത് തീർന്നു. ഞാൻ ഇന്ന് കിടക്കുന്നതും ആ വീട്ടിൽ കിടന്ന് മരിക്കേണ്ടതും ആയിട്ടുള്ള സ്ഥലം. ഓ, ഗ്രേറ്റ് ആണ്. അതാണ് എൻ്റെ വീടുള്ള അനുഗ്രഹം എന്ന് പറയുന്ന ഇന്നത്തെ വീട്. ശരിക്കും അനുഗ്രഹമായിട്ട് മാറി അല്ലേ? പിന്നെ ചേട്ടൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിൻ്റെ ഒരു ബഹളവും ഒക്കെ ഉള്ളതുകൊണ്ട് വാസുവേട്ടൻ അല്ല, അത് മാത്രമല്ല, അതിൽ ഞാൻ വീടൊന്നും കെട്ടിയില്ല. വീട് കെട്ടിയില്ലാതെ അങ്ങനെ കിടന്നു. ആദ്യം ഇത് കെട്ടിയിരുന്നു. പിന്നെ ഏതോ ഒരു സമയത്ത് ഏതോ ഒരു പടത്തിന് വേണ്ടി പണയം വയ്ക്കേണ്ടി വന്നു. അന്നും അത് അനുഗ്രഹമായി. അപ്പോൾ പണയം വെച്ചു. 3 ലക്ഷം വരെ എനിക്ക് വേണമായിരുന്നു പടത്തിന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് അതങ്ങ് ചെയ്തു. പിന്നെ ഞാനൊന്ന് വീട് ഉണ്ടാക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. കാരണം ബോംബെയിൽ എനിക്ക് ഫ്ലാറ്റുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇവിടെ എന്ത് ചെയ്യാനാണ്, എറണാകുളത്ത് വീട്. അപ്പോൾ അമ്മയ്ക്ക് വളരെ നിർബന്ധമായിരുന്നു, നീ അവിടെ വീട് വയ്ക്കണം. അപ്പം നീ നോക്ക്, നീ കൊണ്ടുപോയിട്ടുള്ള നിൻ്റെ ചേട്ടന്മാരും മരുമക്കളൊക്കെ വലിയ വലിയ വീട് ഇരിങ്ങാലക്കുടയാണ് അവിടെ വെച്ചിരിക്കണം, അപ്പം നിനക്ക് വീട് വേണ്ടേ എന്നുള്ള അമ്മയുടെ ആ ഒരു നിർബന്ധം മൂലമാണ് ഞാൻ അവിടെ വീടുണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്കിന്ന് കിടക്കാൻ ഒരിടമുണ്ട് എന്ന് വേണമെങ്കിൽ സത്യം പറയാം.